കോട്ടയം ജില്ലയിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലം കാഞ്ഞിരപ്പള്ളി തന്നെയാണ്. ഇവിടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് എൻ.ഡി.എക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. മാറാത്തതും മാറും എന്ന ഒരു സ്ലോഗനുമായി ബി.ജെ.പി. കേരളത്തിൽ ഇത്തവണ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണ് ബി.ജെ.പിക്ക് മൊത്തത്തിൽ ഈ 140 സീറ്റുകളിലുള്ളത്? എൻ.ഡി.എ ഭരണത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന അതാണ്. കാരണം 20% വോട്ടുണ്ട് എൻ.ഡി.എക്ക് കേരളത്തിൽ. അത് 30%, 25-30% ആയി കഴിഞ്ഞാൽ അന്തരീക്ഷം മാറും. അങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ബി.ജെ.പി. അധികാരത്തിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി തന്നെ നേരിട്ടും കഴിഞ്ഞ തവണയുമായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനമായിരുന്നു. ഇത്തവണ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മത്സരത്തിന് ഇറങ്ങുമ്പോൾ കാഞ്ഞിരപ്പള്ളിയെ വളരെ സീരിയസ് ആയി തന്നെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഇത്രയും ദിവസങ്ങൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളം പ്രതീക്ഷയാണ് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ കാണുന്നത്? എന്തൊക്കെ ഘടകങ്ങളാണ് ഇവിടെ അനുകൂലമായി കാണുന്നത്? അല്ല, ജനങ്ങളിവിടെ വികസനമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ എല്ലാവർക്കും വീട്, എല്ലാവർക്കും വെള്ളം, എല്ലാവർക്കും വൈദ്യുതി, അങ്ങനെ എല്ലാവർക്കും അരിയും കൊടുക്കുന്നു. പാവപ്പെട്ടവർക്കെല്ലാം അരിയും കൊടുക്കുന്നുണ്ട്. ഇവിടെ അതൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ജൽജീവൻ പദ്ധതി നരേന്ദ്രമോദി കൊണ്ടുവന്ന് ഇവർ നടപ്പിലാക്കിയാൽ മതി. അതിൻ്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് പോകുമോ എന്ന് ഭയത്തിട്ടാണ് ഈ ഇവിടുത്തെ ആൾക്കാരെ വെള്ളം കുടിപ്പിക്കാതിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ പാപ്പരത്വമാണ്. പദ്ധതിയുണ്ട്, പണമുണ്ട്, പണം കൊടുക്കുന്നുമുണ്ട്, അത് വിനിയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന വികസന രംഗത്ത് കാഞ്ഞിരപ്പള്ളി വളരെ പിന്നിലാണ്. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് സ്കിൽ ട്രെയിനിങ്ങിൻ്റെ, ആധുനികമായിട്ടുള്ള സ്കിൽ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ, അതുപോലെ തൊഴിൽശാലകൾ, ഒരാൾക്കും തൊഴിലെടുക്കാനുള്ളൊരു സംവിധാനമില്ല. ഇവിടെ വളരെയധികം അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും ഇവിടെ പരാജയപ്പെടുകയാണ്. ഇവിടുന്ന് കഷ്ടപ്പെട്ട് മലയാളികൾ വിദേശത്ത് പോയിട്ട് റെമിറ്റൻസ് കൊണ്ടാണ് ഇവിടെ ഈ ഓരോ വീട്ടിലും കുറച്ച് പൈസയും ഭക്ഷണവും ഒക്കെ കിട്ടുന്നത്, അല്ലാതെ ഇവിടുത്തെ ആരുടെയെങ്കിലും സംഭാവന കൊണ്ടല്ല. അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അതിൻ്റെ ഏറ്റവും വലിയ അനന്തരഫലം വീടുകളിലൊന്നും ചെറുപ്പക്കാരില്ല, മുതിർന്നവർ തന്നെയായിട്ട് മാറിയിരിക്കുന്നു. വീടുകളെല്ലാം തന്നെ മുതിർന്നവർ തന്നെയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു വലിയ സാമൂഹ്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ജനങ്ങളത് ബോധ്യപ്പെടുന്നു. ഓരോ പ്രഖ്യാപനങ്ങളല്ലാതെ ഒന്നും നടക്കുന്നില്ല. ആര് ഭരിച്ചാലും ഈ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നണി മാറുമല്ലോ. അത് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണി മാറിയാലും സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ അലയൻസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് എൻ.ഡി.എ വേഴ്സസ് ഇന്ത്യ അലയൻസാണ്. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ കാർഷിക മേഖലയാണ്. കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ കൂടുതലും കാർഷിക മേഖലയാണ്. റബ്ബർ ഇവിടുത്തെ ഒരു പ്രധാന വിള തന്നെയാണ്. കാർഷിക മേഖലയായ കാഞ്ഞിരപ്പള്ളിക്ക് വേണ്ടി റബ്ബറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരിക, തൊഴിൽ സംരംഭങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് ഞാൻ മുമ്പേ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞത്. ആദ്യമായിട്ട് റബ്ബറിൻ്റെ വില കൂട്ടാനുള്ള ശ്രമം അത് ഞങ്ങൾ വളരെ ആസൂത്രിതമായിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിച്ച്, അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് കപ്ലംബ് എന്ന് പറയുന്ന ബ്ലോക്ക് റബ്ബർ ഉണ്ടാക്കുന്ന കപ്ലംബിൻ്റെ ഇറക്കുമതി നിരോധിച്ചു. അതോടുകൂടി റബ്ബറിൻ്റെ വില കൂടിത്തുടങ്ങി. മറ്റൊന്ന്, ഈ കർഷകർക്ക് കൊടുക്കുന്ന റീപ്ലാന്റേഷൻ കൊടുക്കുന്നത് 25,000 രൂപയായിരുന്നു. അതിപ്പോൾ 40,000 രൂപയാക്കി വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റബ്ബർ വെട്ടുന്ന അവസരത്തിൽ മഴക്കാലത്ത് വെട്ടാൻ പറ്റാതെ ഏറ്റവും കൂടുതൽ ഈൽഡ് ഉള്ളത് ആ കാലഘട്ടത്തിലാണ്. അതിന് കവറൊക്കെ ചെയ്യുന്നതിനുള്ള, ഷീൽഡ് ഇടുന്നതിനുള്ള, അത് സൗജന്യമായിട്ട് കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് അവരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അവർക്കുള്ള മറ്റ് പെൻഷന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റബ്ബർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടങ്ങിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാർ ആരും പുറത്തു പോകേണ്ടി വരികയില്ല. ഏതാണ്ട് ഇവിടുത്തെ ഈ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് റബ്ബറും, അതുപോലെ തന്നെ ഇവിടെ ജാതിക്കയുണ്ട്, ഇവിടെ ഏലത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ കമ്പനികൾ തുടങ്ങുകയാണെങ്കിൽ ഇവിടുന്ന് ചെറുപ്പക്കാർ പുറത്തു പോകേണ്ടി വരില്ല. അതിനുള്ള പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫാക്ടറികളും അതുപോലെയുള്ള സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കുന്നതായിരിക്കും. ഇവിടെ ഇത്തവണ എത്ര ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്? അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ നല്ല ആത്മവിശ്വാസമുണ്ട്. ഭൂരിപക്ഷമൊക്കെ പറയുന്ന അവസാന റൗണ്ടിലല്ലേ.
നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. അത് ആദ്യം എന്നോട് ചോദിച്ച അവസരത്തിൽ ഒന്ന് കറങ്ങട്ടെ എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. ഇപ്പോഴാണ് ഒരു റൗണ്ട് ഞാൻ കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ പറയുന്ന ആത്മവിശ്വാസത്തോടു കൂടി നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി ജെ പിയുടെ ശ്രമം അല്ലെങ്കിൽ ബി ജെ പി ശ്രമിക്കുന്ന അവസരത്തിൽ ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ പറഞ്ഞില്ലേ, ഇവിടെ ശ്രദ്ധിക്കുന്നു പറഞ്ഞില്ലേ. തിരുവനന്തപുരത്തെ പറ്റിയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇതുവരെ. നിങ്ങൾ തിരുവനന്തപുരത്ത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അവിടുത്തെ മേയർ വി രാജേഷ് അല്ലേ, ബി ജെ പിക്കാരനല്ലേ. അപ്പോൾ അത് കഴിഞ്ഞില്ല, ആ പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത്, നിങ്ങൾ പറയുന്നത് അത് ജനങ്ങളിലേക്ക് എത്തുകയാണ്. ബി ജെ പി ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ബി ജെ പിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ സഹായിക്കും. തീർച്ചയായും. അപ്പോൾ ശ്രീ ജോർജ് കുര്യൻ പറയുന്നത് ഈ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തെയും വളരെ സീരിയസ് ആയി തന്നെ ബി ജെ പി നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ എൻ ഡി എ നോക്കിക്കാണുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ വിജയം സുനിശ്ചിതമാണ്. ഇവിടെ വിജയിച്ച് വരുമ്പോൾ റബ്ബറധിഷ്ഠിത വ്യവസായങ്ങളും അതേപോലെ തന്നെ കാർഷിക മേഖലയിലെ അടക്കം, അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമെല്ലാം വലിയ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഈ മണ്ഡലത്തെ ഉയർത്തിക്കൊണ്ട് വരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രചരണ പരിപാടികളിൽ ആളുകളുടെ ഭാഗത്തുനിന്നും വലിയ പിന്തുണയും എൻ ഡി എക്ക് നേടാനായിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.